നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള വിഷനും സിഒയും നൽകുന്ന സേവനം പ്രശംസനീയം. VKC റസാഖ്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം UDF സാരഥി PN വൈശാഖിനെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി അവണൂർ മണ്ഡലം മഹിളാ കോൺഗ്രസ് കൺവെൻഷൻ മണിത്തറ പാർട്ടി ഓഫീസിൽ സംഘടിപ്പിച്ചു. SSLC പരീക്ഷ അവസാനിച്ചു. ഇത്തവണ SSLC പരീക്ഷ എഴുതിയത് 4.17 ലക്ഷം വിദ്യാർത്ഥികൾ. ഫലപ്രഖ്യാപനം മെയ് 8-ന്. കാഴ്ചപരിമിതിയുള്ളവരുടെ കുരിശിന്റെ വഴി തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കേരള വിഷനും സിഒയും നൽകുന്ന സേവനം പ്രശംസനീയമെന്ന് VKC റസാഖ്. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളെ സ്വാംശീകരിച്ച് കേരള വിഷനും സിഒയും നൽകുന്ന സേവനം പ്രശംസനീയമാണെന്ന് VKC ഗ്രൂപ്പ് MD VKC റസാഖ് പറഞ്ഞു. ഇനിയും പുതിയ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കുവാൻ സിഒയ്ക്ക് കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം തിരൂർ ബിയാൻകോ കാസ്ലിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാവിലെ രജിസ്ട്രേഷനു ശേഷം സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന പരിപാടികൾക്ക് തുടക്കമായത്. പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് സംഘടനാ റിപ്പോർട്ടും സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ M അബൂബക്കർ സിദ്ദീഖ് സ്വാഗതവും സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് M രാജ്മോഹൻ നന്ദിയും പറഞ്ഞു. 4000 കേബിൾ TV ഓപ്പറേറ്റർമാരെ പ്രതിനിധീകരിച്ച് 300ഓളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 15ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പതാക ഉയർത്തൽ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, കേരളത്തിലെ 105 മേഖലാ സമ്മേളനങ്ങളും അതുപോലെ തന്നെ 14 ജില്ലാ സമ്മേളനങ്ങളും നല്ല രീതിയിൽ സംഘടിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നത്. നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന നിർണായകമായ ഈ സമ്മേളനത്തിൽ പ്രതിനിധികൾ ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കാളികളാകണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന മുഴുവൻ ഓപ്പറേറ്റർമാരെയും മാധ്യമ സുഹൃത്തുക്കളെയും ആദ്യമായി ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ ഈ ചടങ്ങ് പതാക ഉയർത്തൽ ചടങ്ങ് നിർവഹിക്കുന്നത് നമ്മുടെ ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനാണ്. പ്രവീൺ മോഹനെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ ജനറൽ കൺവീനർ അബൂബക്കർ സിദ്ദീഖ് ഉൾപ്പെടെ സംസ്ഥാന ഭാരവാഹികൾ, അതുപോലെ തന്നെ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, മറ്റു ഭാരവാഹികൾ. TV കാണുന്ന ആളുകളുടെ എണ്ണം ക്രമേണ കൂടി വരുന്നത്. ദൂരദർശൻ എന്ന് പറയുന്ന ആൻറ്റിനയിലൂടെയുള്ള ഒരു ചാനലായിരുന്നു ആ കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്നത്. അതിൽ തന്നെ അപൂർവം സമയങ്ങളിൽ മാത്രമാണ് മലയാളം പരിപാടികളുണ്ടായിരുന്നത്. പ്രൈവറ്റ് മേഖലകളിൽ ചാനൽ വരികയും ചാനൽ കാണുന്നതിന് വേണ്ടിയുള്ള TV
കാണുന്ന കാഴ്ചക്കാരുടെ എണ്ണം കൂടി വരികയും ചെയ്യുമ്പോൾ ഇത് ഒരു സ്വയം തൊഴിലെന്ന നിലക്കാണ് നമ്മൾ അതിലേക്ക് മാറിയത്. പക്ഷേ ഇത് വരാൻ പോകുന്നൊരു വലിയ ബിസിനസ് സാധ്യതയാണ് എന്ന് മനസ്സിലാക്കി ഇന്ത്യയിലാകമാനം വൻകിട കോർപ്പറേറ്റുകളാണ് ഈ രംഗത്തേക്ക് വന്നത്. അപ്പോഴാണ് അവരുടെ കയ്യിൽ അമർന്നു പോകുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ സംഘടനയുടെ രൂപം വരുന്നത്. ഇത്രയും നീണ്ട പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഇത്രയും അംഗങ്ങളിൽ നിന്നും ഈ സമ്മേളനത്തിൽ ഇവിടെ വന്നിരിക്കാൻ യോഗ്യരായ 300 പേരെ നാം കണ്ടെത്തിയിട്ടുള്ളത്. അല്ലാതെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒരു ലിസ്റ്റ് കൊടുത്തിട്ട് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഇത്ര പേര് ഇന്ന ആളുകൾ വന്നാൽ മതി, കോട്ടയത്തു നിന്നും ഇത്ര ആളുകൾ ഇന്ന പേരിലുള്ള ഒന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ബട്ടൺ അങ്ങ് പൊട്ടിക്കും. അപ്പോൾ ഇങ്ങനെ അനുഭവിച്ച ആളുകളുണ്ടോ? അപ്പം രാവിലെ പോകുന്ന സമയത്ത് ചെരുപ്പ് പൊട്ടിയാലുള്ള അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. പിന്നെ അന്നത്തെ ദിവസം നമുക്ക് ഒരു പ്രയാസമാണ്. അപ്പോൾ ആ 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് VKC മാർക്കറ്റിൽ വരുന്നത്. ആ പ്രശ്നം എങ്ങനെയാണ് പരിഹരിച്ചതെന്ന് പറഞ്ഞാൽ ആ ലെയറിൻ്റെ പ്രശ്നം ഒഴിവാക്കാൻ സിംഗിൾ ലെയറാക്കി. അന്നത്തെ VKC ചെരുപ്പ് ഉപയോഗിച്ച ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ അറിയാം, ഒറ്റ സിംഗിൾ കളറാണ്. ഒന്നുകിൽ ഒരു ബിസ്ക്കറ്റ് കളർ അല്ലെങ്കിൽ ഒരു വയലറ്റ് കളർ, അങ്ങനെയുള്ള 2 കളറായി. രണ്ടാമത്തേത് സ്ട്രാപ്പിൻ്റെ സ്ട്രെങ്ത് കൂട്ടി, അത് വള്ളി അതിൻ്റെ നെക്ക് പൊട്ടാത്ത രൂപത്തിൽ അല്ലെങ്കിൽ ബട്ടൺ പൊട്ടാത്ത രൂപത്തിൽ അതിനെ ശക്തിപ്പെടുത്തി. അതേപോലെ അതിൻ്റെ സോള് നല്ല സ്ട്രോങ് ആക്കി, അപ്പം സ്ട്രാപ്പ് പെട്ടെന്ന് ഊരി പോരാത്ത രൂപത്തിൽ അതിനെ മാറ്റം വരുത്തി. അങ്ങനെയാണ് VKC തുടങ്ങുന്നത്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം UDF സാരഥി PN വൈശാഖിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അവണൂർ മണ്ഡലം മഹിളാ കോൺഗ്രസ് കൺവെൻഷൻ മണിത്തറ. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം UDF സാരഥി PN വൈശാഖിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അവണൂർ മണ്ഡലം മഹിളാ കോൺഗ്രസ് കൺവെൻഷൻ മണിത്തറ പാർട്ടി ഓഫീസിൽ സംഘടിപ്പിച്ചു. മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ബിന്ദു സോമൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ DCC സെക്രട്ടറി ഷാഹിദ റഹ്മാൻ, അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഭിലാഷ് പ്രഭാകർ, മണ്ഡലം പ്രസിഡന്റ് AM ജെയ്സൺ, നിഷ പ്രഭാകർ, ശൈലജ, ശ്രീനിവാസൻ, ബ്ലോക്ക് ഭാരവാഹികളായ അമ്മിണി ഡേവിസ്, നദീറ, പഞ്ചായത്ത് അംഗങ്ങളായ താരാഭായ്, രമ്യ ഗിരീഷ്, അനു കിഷോർ തുടങ്ങി അവണൂരിലെ മഹിളാ കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്തു. മണ്ഡലം മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശനം നടത്തി. SSLC പരീക്ഷ അവസാനിച്ചു. ഇത്തവണ SSLC പരീക്ഷ എഴുതിയത് 4.17 ലക്ഷം വിദ്യാർത്ഥികൾ. ഫലപ്രഖ്യാപനം മെയ് 8-ന്. സംസ്ഥാനത്തെ SSLC പരീക്ഷ അവസാനിച്ചു. ബയോളജിയാണ് അവസാന പരീക്ഷ. പരീക്ഷകൾ പൂർത്തിയാകുന്നതോടെ അടുത്ത ഘട്ടമായ മൂല്യനിർണ്ണയത്തിനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടക്കും. ഏപ്രിൽ 16 മുതലാണ് മൂല്യനിർണ്ണയം ആരംഭിക്കുക. ഏപ്രിൽ 6 മുതൽ 25 വരെ നടത്താനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മൂല്യനിർണ്ണയ തീയതികൾ പുനഃക്രമീകരിക്കുകയായിരുന്നു. മെയ് 8-നാണ് ഫലപ്രഖ്യാപനം. കാഴ്ചപരിമിതിയുള്ളവരുടെ കുരിശിന്റെ വഴി തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജും സംനിത സോഷ്യൽ ഇൻക്ലൂഷൻസ് ലാബും സംയുക്തമായി ചേർന്ന് ലോകത്തിലാദ്യമായി കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള കുരിശിന്റെ വഴിയുടെ ഉദ്ഘാടനം തൃശൂർ പുത്തൻപള്ളി ബസിലിക്കയിൽ വെച്ച് നടന്നു. തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കാഴ്ചപരിമിതിയുള്ളവർക്കും മറ്റ് ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും കുരിശിന്റെ വഴിയിലെ ഓരോ സങ്കേതവും സ്വയം അനുഭവിച്ചറിയുവാൻ കഴിയുന്ന ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭിന്നശേഷി സൗഹൃദ സംവിധാനമാണ് പുത്തൻപള്ളിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. സാധാരണയായി കണ്ടുമാത്രം അനുഭവിക്കുന്ന കുരിശിന്റെ വഴിയെ സ്പർശനത്തിലൂടെയും കേൾവിയിലൂടെയും ഹൃദയത്തിൽ തൊട്ടറിയുവാൻ ഇതിലൂടെ സാധിക്കും. കാഴ്ചപരിമിതിയുള്ള അലീറ്റ അൽഫോൺസ ഈ കുരിശിന്റെ വഴിയിലൂടെ സ്പർശനത്തിലൂടെ പറയുകയും രൂപങ്ങളുടെ സ്പർശനങ്ങളിലൂടെ ആളുകളെ തിരിച്ചറിയുകയും ചെയ്തത്. ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് നെറ്റിക്കാടൻ, ബസിലിക്ക പള്ളി റെക്ടർ ഫാദർ തോമസ് കാക്കശ്ശേരി, അക്കാദമിക് ഡയറക്ടർ റവറൻ ഡോക്ടർ ജോസ്പ്രി കണ്ണമ്പുഴ, പ്രിൻസിപ്പാൾ ഡോക്ടർ P. സോജൻലാൽ, രജിസ്ട്രാർ ഡോക്ടർ VM സേവ്യർ, റോബിൻ തൊമ്മി, ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ, ജോയ് ജോസഫ് ആളൂർ, രശ്മി രവീന്ദ്രൻ, ജിനീഷ് KJ, ഷൈനി MI തുടങ്ങിയവർ പ്രസംഗിച്ചു.
കോളേജിൽ ഡേവിഡ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ജോസഫിൻ്റെ നേതൃത്വത്തിൽ ടീമിന് പിന്നെ എല്ലാവർക്കും പ്രത്യേകമായി കൺഗ്രാജുലേഷൻ നൽകുന്നു. ഇപ്പോൾ കാഴ്ച പരിമിതർക്കാണ്. ഇനി കേൾവി പരിമിതർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടി ഇപ്പോൾ തന്നെ ഇവിടെയുള്ള ഒരു അച്ഛൻ ഇതുമായി ബന്ധപ്പെട്ട അച്ഛൻ വന്നേ, അച്ഛൻ ഇങ്ങോട്ട് വരിക. ഇപ്പോൾ ഞാൻ പറഞ്ഞത് കേൾവി പരിമിതരുടെ അവർക്ക് ഞാൻ പറയുന്നത് വ്യാഖ്യാനിച്ചു കൊടുക്കും. ആ കേൾവി പരിമിതർക്ക് ഇതാ വളരെ ശാസ്ത്രീയമായി പഠിച്ച് ഈ കുർബാനയും മറ്റുള്ളതൊക്കെ ഈ അച്ഛൻ ചെറുപ്പക്കാരൻ അങ്ങനെ എല്ലാം നന്നായിട്ട് പ്രസംഗിക്കും. പക്ഷെ അങ്ങനെ എനിക്ക് കാണിക്കുള്ളൂ നന്നായിട്ട്. ഈ അച്ഛനും ഒരു നല്ല കൈവടി അപ്പോൾ എല്ലാവർക്കും അനുഭവം നടത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചെയ്തു. തോമസ് കട്ടശ്ശേരി അച്ഛൻ, അതുപോലെ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി, നമ്മുടെ ജ്യോതി എഞ്ചിനീയറിംഗ് കുടുംബത്തിൽ നിന്നുള്ള സൗജന്യ സാറ്, അതുപോലെ അതുപോലെ പള്ളിയുടെ അങ്കണത്തിൽ ചുറ്റുവട്ടത്തിൽ നിങ്ങൾക്ക് ഞങ്ങളെ കണ്ടിട്ടുണ്ടായിരിക്കും. പല സോഷ്യൽ ഇൻക്ലൂഷൻ ലാബ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞങ്ങൾ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജുമായിട്ട് ചേർന്നിട്ടുണ്ട്. ജ്യോതി ഒല്ലൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷാജി ജെ കോടങ്കണ്ടത്തിന്റെ മണ്ഡലം പര്യടനം ഒല്ലൂർ പള്ളിനടയിൽ കോർപ്പറേഷൻ മേയർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് ചക്കാലക്കൽ, റിൻസൺ വർഗീസ്, ജെയ്ജു സെബാസ്റ്റ്യൻ, സജീവൻ കുരിയച്ചിറ, KC അഭിലാഷ്, ജോണി ചെറിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നൽകിയ സ്വീകരണത്തിന് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്ത് നന്ദി പറഞ്ഞു. ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്.
കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. കല്ലിടുക്ക് അടിപ്പാതയ്ക്ക് മുകളിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിലെ കല്ലിടുക്ക് അടിപ്പാതയ്ക്ക് മുകളിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി. താൽക്കാലികമായാണ് ഇരുഭാഗത്തേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നത്. നിലവിൽ റോഡിന് നടുവിൽ കോൺക്രീറ്റ് ഗട്ടറുകൾ സ്ഥാപിക്കേണ്ട ഒരുക്കങ്ങൾ നടന്നുവരികയാണ്. ദേശീയപാത നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രദേശത്ത് അടിപ്പാത ഉണ്ടായിരുന്നില്ല. എന്നാൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ നിരവധി അപകടങ്ങൾ നടക്കുകയും മരണങ്ങൾ സംഭവിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രദേശത്ത് അടിപ്പാത വേണമെന്ന ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ശക്തമായി ഉയർന്നത്. ഇതിനായി നിരന്തരം സമരങ്ങൾ നടന്നിരുന്നു. ഇതിനുശേഷമാണ് പ്രദേശത്ത് അടിപ്പാത നിർമ്മിക്കുവാൻ അധികൃതർ തയ്യാറായത്. യേശുക്രിസ്തുവിന്റെ ജെറുസലേം ദേവാലയ പ്രവേശനത്തിന്റെ സ്മരണകൾ ഉണർത്തി കുരുത്തോലകളേന്തിയ ക്രൈസ്തവർ ഓശാന പെരുന്നാൾ ആചരിക്കുന്നതിന്റെ ഭാഗമായി പട്ടിക്കാട് മാർ തോമസ് ലീഹ പള്ളിയിൽ റവറന്റ് ഫാദർ ആന്റണി കൈതാരൻ, സിറിൽ ആന്റണി തുടങ്ങിയവരുടെ കാർമ്മികത്വത്തിൽ നടത്തിയ ഓശാന പ്രദക്ഷിണം നടത്തി. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെയും ദിനങ്ങളായ പീഡാനുഭവ വാരത്തിന് ഇതോടെ തുടക്കമാവും. കുരിയച്ചിറ സെന്റ് ജോസഫ് പള്ളിയിൽ വിശുദ്ധ വാരാചരണങ്ങളുടെ ഭാഗമായി ഓശാന തിരുകർമ്മങ്ങൾ ഭക്തി നിറഞ്ഞ അന്തരീക്ഷത്തിൽ വിപുലമായി ആഘോഷിച്ചു. രാവിലെ 6-ന് ആരംഭിച്ച ദിവ്യബലിക്ക് വികാരി റവറന്റ് ഫാദർ ഫെഡറിക് എലിവത്തിങ്കൽ, ഫാദർ ജീസ് അക്കരപ്പട്ടിയേക്കൽ, ഫാദർ ജെറിൻ വട്ടക്കുട്ടിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദിവ്യബലിക്ക് ശേഷം വിശ്വാസികൾക്ക് കുരുത്തോല വിതരണം ചെയ്തു. തുടർന്ന് നടന്ന കുരുത്തോല പ്രദക്ഷിണം ദൃശ്യവിസ്മയമായി മാറി. ഏകദേശം 40ഓളം പേർ പങ്കെടുത്ത ദൃശ്യാവിഷ്കാരത്തിൽ പഴമയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ നിലത്ത് തുണികൾ വിരിച്ച് അതിലൂടെ കർത്താവിനെയും ശിഷ്യന്മാരെയും നടത്തിക്കൊണ്ടാണ് അവതരണമൊരുക്കിയത്. കൂടാതെ ഓശാന നൃത്തവും യഹൂദ സ്ത്രീകളുടെ വേഷവിധാനങ്ങളോടുകൂടിയ ഘോഷയാത്രയും ശ്രദ്ധേയമായി. വലിയൊരു വിശ്വാസി സമൂഹം പങ്കെടുത്ത ഈ പ്രദക്ഷിണം ആത്മീയമായ അനുഭവമായി മാറി. കർമ്മങ്ങൾക്ക് വികാരിയച്ഛന്റെ അനുഗ്രഹത്തോടെ കൊച്ചച്ഛന്റെ നേതൃത്വത്തിൽ കൈക്കാരന്മാരും പള്ളി കമ്മിറ്റി അംഗങ്ങളും യുവജനങ്ങളും ചേർന്ന് നേതൃത്വം നൽകി. ഇതിന്റെ തുടർച്ചയായി പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ ദിനങ്ങളിൽ കൂടുതൽ സമയം നീണ്ടുനിൽക്കുന്ന മികവാർന്ന ദൃശ്യാവിഷ്കാരങ്ങൾ അരങ്ങേറുന്നതാണ്. ഒല്ലൂർ മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ രാജന്റെ രണ്ടാംഘട്ട പര്യടനം പുത്തൂർ പഞ്ചായത്തിലെ ഏഴാങ്കല്ല് സെന്ററിൽ CPI മണ്ഡലം സെക്രട്ടറി PD റെജി ഉദ്ഘാടനം നിർവഹിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് ഏഴാങ്കല്ല് സെന്ററിൽ നിന്നും ആരംഭിച്ച സ്ഥാനാർത്ഥി പര്യടനം പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ ഏഴാങ്കല്ല്, തോണിപ്പാറ, പാറോത്ത്, കുരുടൻചിറ, കൈനൂർ, കുന്നങ്കാട്ടുകര, എളന്തുരുത്തി, പുഴമ്പളം, മണലാറ്റി, മരത്താക്കര തുടങ്ങി വിവിധ ഇടങ്ങളിൽ സ്വീകരണം നൽകി. ഇടതുപക്ഷ നേതാക്കളായ വർഗീസ് കണ്ടംകുളത്തി, KP പോൾ, MN രാജേഷ്, TS മുരളീധരൻ, കനിഷ്കൻ വല്ലൂർ, അഖിൽ PS തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.
ധാന്യക്കെതിരെ മലയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് സവിനയം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. നമുക്ക് ഇനി കുറഞ്ഞ ദിവസങ്ങൾ എത്തിച്ചേരാൻ പറ്റാത്തിടത്തെല്ലാം എനിക്ക് വേണ്ടി എത്തിച്ചേർന്നും വോട്ട് പിടിച്ചും നിങ്ങളുടെ ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനി മുതൽ കേരാജൻ എന്ന പേരിലാകണം എന്ന് ഞാൻ സവിനയം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഒറ്റ വാഗ്ദാനമേ എപ്പോഴും പറയാനുള്ളൂ. ആവർത്തിച്ചും പറയുന്നത് ആ വാഗ്ദാനം മാത്രമാണ്. എന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാളും ധാന്യക്കതിര മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരാൾക്കും വോട്ട് രേഖപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്ന ഒരാൾക്കും അങ്ങനെ ചെയ്തതിനെ പ്രതി ഒരു നിമിഷം പോലും അപമാന ഭാരത്താൽ തലകുനിക്കാൻ അവസരം ഉണ്ടാക്കില്ല എന്ന എന്റെ വാഗ്ദാനം അക്ഷരാർത്ഥത്തിൽ പാലിച്ചുകൊണ്ട് ആണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ, സഹായം, പ്രാർത്ഥന, അനുമോദനം എല്ലാം ഉണ്ടാകണം എന്ന് സവിനയം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ്. 1 ഗ്രാം സ്വർണത്തിന് 90 രൂപ കൂടി പവന് 1,08,720 രൂപയായി. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കുപ്രകാരമുള്ള നിരക്കാണിത്. അന്താരാഷ്ട്ര വിപണിയിലെ അസ്ഥിരതയാണ് ഈ അപ്രതീക്ഷിത മാറ്റങ്ങൾക്ക് കാരണം. ഇക്കഴിഞ്ഞ മാർച്ച് 23-ന് സ്വർണ്ണവില 99,480 രൂപ എന്ന നിരക്കിലെത്തിയിരുന്നു. മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി, കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. +2 വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മാർച്ച് 31 മുതൽ നീറ്റ് പരീക്ഷയുടെയും BSc നഴ്സിംഗ് കർണാടക പരീക്ഷയുടെയും എൻട്രൻസ് കോച്ചിംഗ് തികച്ചും സൗജന്യമായി നൽകുന്നു. കർണാടകയിലെ നവോദയ മെഡിക്കൽ കോളേജും തൃശൂരിലെ ലോഗോസ് അക്കാദമിയും സംയുക്തമായാണ് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുന്നത്. ഈ അവസരം പാഴാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ലോഗോസ് അക്കാദമി, ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ്, AR മേനോൻ റോഡ്, നായ്ക്കനാൽ, തൃശൂർ. ഫോൺ 9447063440, 9447063840. വീണ്ടും വാർത്തയിലേക്ക്. അതിരമ്പിള്ളിയിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് കടത്തിക്കൊണ്ടുപോയ കേസിലെ പ്രതികളെ മലപ്പുറം പാണ്ടിക്കാട് നിന്നും അറസ്റ്റ് ചെയ്തു. സംരോഹ റിസോർട്ടിലെ അക്കോമഡേഷൻ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ച സംഭവത്തിൽ 2 പ്രതികളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം പാണ്ടിക്കാട് മുരിപ്പാടം സ്വദേശി കുന്നുമ്മേൽ വീട്ടിൽ നൌഷാദ്, വെള്ളുവങ്ങാട് വില്ലേജ് വാളാനി സ്വദേശി ഒടുമിലാശ്ശേരി വീട്ടിൽ മുഹമ്മദ് അൻഷിഫ് തുടങ്ങിയവരെയാണ് പിടിയിലായത്. മലപ്പുറം പാണ്ടിക്കാട് നിന്നുമാണ് പ്രതികളെ പിടികൂടിയത്.
കേരളത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ രേഖപ്പെടുത്തപ്പെട്ട ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യാതപത്തിന് ത്വക്കുരോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തപ്പെടുന്നത്. അതിനാൽ ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ, കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിലും ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ, ജലഗതാഗതത്തിലേർപ്പെടുന്നവർ, ബൈക്ക് യാത്രക്കാർ, വിനോദസഞ്ചാരികൾ, ചർമ്മരോഗമുള്ളവർ, ആൽബിനിസം അവസ്ഥയുള്ളവർ, നേത്രരോഗമുള്ളവർ, ക്യാൻസർ രോഗികൾ, മറ്റ് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വിഭാഗങ്ങൾ തുടങ്ങിയവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം. പകൽ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. ശരീരം മുഴുവൻ മറയുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം. യാത്രകളിലും മറ്റും ഇടവേളകളിൽ തണലിൽ വിശ്രമിക്കുവാൻ ശ്രമിക്കുക. മലമ്പ്രദേശങ്ങൾ, ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പൊതുവെ UV സൂചിക ഉയർന്നതായിരിക്കും. മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശമാണെങ്കിലും ഉയർന്ന UV സൂചികയുണ്ടാവാം. ഇതിനു പുറമെ ജലാശയം, മണൽ തുടങ്ങിയ പ്രതലങ്ങൾ അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ ഇത്തരം മേഖലകളിലും UV സൂചിക ഉയർന്നതായിരിക്കും. പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 19 വർഷം കഠിനത്തടവും 1 ലക്ഷം രൂപ പിഴയും. 2020 മെയ് അവസാനം മുതൽ പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ ലൈംഗികമായി പീഡിപ്പിച്ചതിനെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ എടുത്ത കേസിൽ പ്രതിക്ക് 19 വർഷം കഠിനത്തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. എറണാകുളം മലയാറ്റൂർ വില്ലേജ് സെബിയൂർ ദേശം വട്ടപ്പറമ്പിൽ വീട്ടിൽ സനുവിനെയാണ് ഇരിഞ്ഞാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് വിവീജ സേതു മോഹൻ ശിക്ഷിച്ചത്. പിഴത്തുക അടച്ചില്ലെങ്കിൽ 7 മാസം കൂടി കഠിനത്തടവ് അനുഭവിക്കണം. പട്ടിക്കാട്ടിൽ സ്ക്വാഡ് വർക്കുമായി മഹിളാ കോൺഗ്രസ്. ഷാജി വക്കീലിന്റെ വിജയം സുനിശ്ചിതമെന്ന് മഹിളാ കോൺഗ്രസ്. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായി പാണഞ്ചേരിയിലെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്ക്വാഡ് വർക്ക് നടത്തി. പട്ടിക്കാടും തെക്കുംപാടം വാർഡിലുമാണ് മഹിളാ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയത്. KPCC അംഗവും മഹിളാ കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റുമായ ലീലാമ്മ ടീച്ചറുടെ നേതൃത്വത്തിലാണ് പ്രചരണ പരിപാടി സംഘടിപ്പിച്ചത്. ഒല്ലൂർ ഇത്തവണ UDF പിടിച്ചെടുക്കുമെന്നും ഒല്ലൂർ UDFന്റെ മണ്ണാണെന്നും ഷാജി വക്കീലിന്റെ വിജയം സുനിശ്ചിതമാണെന്നും UDF പ്രചരണ പരിപാടികൾ ശക്തമാണെന്നും ലീലാമ്മ ടീച്ചർ പറഞ്ഞു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫസീല നിഷാദ്, പഞ്ചായത്ത് പ്രസിഡന്റ് മീനു ടീച്ചർ, മിനി നിജോ തുടങ്ങിയ കോൺഗ്രസ് പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. മണ്ഡലം സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ഷാജി കോടങ്കണ്ടത്തിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി, റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി പാണഞ്ചേരി മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നടത്തുന്ന ഒരു ഷോ വർക്ക് അല്ലെങ്കിൽ ഒരു സ്ക്വാഡ് വർക്കാണ് ഇവിടെ ആരംഭിക്കുന്നത്. അദ്ദേഹം ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതെ നിയമവഴികളിൽ കൂടി ഈ മണ്ഡലത്തിന്റെ, ഈ നിയോജക മണ്ഡലത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് അദ്ദേഹം ചെയ്ത ആ നിയമവഴികൾ എന്ന പുസ്തകം ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റർക്ക് കൈമാറിക്കൊണ്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്യുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള വിഷനും സിഒയും നൽകുന്ന സേവനം പ്രശംസനീയം. VKC റസാഖ്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം UDF സാരഥി PN വൈശാഖിനെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി അവണൂർ മണ്ഡലം മഹിളാ കോൺഗ്രസ് കൺവെൻഷൻ മണിത്തറ പാർട്ടി ഓഫീസിൽ സംഘടിപ്പിച്ചു. SSLC പരീക്ഷ അവസാനിച്ചു. ഇത്തവണ SSLC പരീക്ഷ എഴുതിയത് 4.17 ലക്ഷം വിദ്യാർത്ഥികൾ. ഫലപ്രഖ്യാപനം മെയ് 8-ന്. കാഴ്ചപരിമിതിയുള്ളവരുടെ കുരിശിന്റെ വഴി തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് നാടത്ത് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.